സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. ഞാൻ വരുമീ പാതയിലായി നിൻമിഴി കാത്തു നിൽപ്പു. എന്നിമയറിയാതെ എന്നിഴലായി എന്നും നീ കൂടെ. എന്നാത്മാവിൽ ചേർന്നലിയും കാറ്റിൻ ശ്വാസം. എന്നുയിരിൽ ലയമേകിടും പ്രേമത്തിൻ ലാസ്യം. നാം തമ്മിൽ അറിയും നിമിഷം മാത്രം. ഞാൻ വരുമീ പാതയിലായി നിൻമിഴി കാത്തു നിൽപ്പു. എന്നിമയറിയാതെ എന്നിവരായി എന്നും നീ കൂടെ. ചെയ്തു നോക്കി. ഓ എന്റെ പൊന്ന് ചെയ്തു നോക്കി നടക്ക്. ഇവിടെയൊക്കെ അങ്ങൊന്ന് തട്ടിയടിച്ച് വീണ് കഴിഞ്ഞാ എനിക്കോ നിന്നെ എടുത്തോണ്ട് ഹോസ്പിറ്റലിൽ ഒന്ന് പോകാനായിട്ട്. നിന്നെ ഞാൻ കൊണ്ടുപോയി റൂമിൽ കിടത്താന്ന് പറഞ്ഞില്ലേ, നീ അല്ലേ കേക്കാത്ത. നീ വന്നേ, നമുക്ക് റൂമിൽ പോവാം. വേണ്ടെങ്കിലോ? ഋഷി, ഇത് നമ്മളെവിടെയാ ഋഷി? നമ്മള് കല്യാണം കഴിഞ്ഞ് ഹണിമൂണിന് വന്നതാണോ? വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്, ഐ ലൈക്ക് ഇറ്റ്. അല്ലല്ലോ എൻ്റെ ഋഷി, പണ്ട് സൂപ്പറാ. സെലക്ഷനൊക്കെ അപാരവാ. ആടാ, കല്യാണം കഴിഞ്ഞ് ഹണിമൂണിന് വരുന്ന സ്വന്തം ഫാം ഹൗസിലല്ലേ ഇവന്. കല്യാണം കഴിഞ്ഞ് നമുക്ക് ഹണിമൂണില് വല്ല സ്വിറ്റ്സർലാൻഡിലോ അല്ലെങ്കിൽ വല്ല അമേരിക്കയിലോ ലണ്ടനിലോ ഒക്കെ പോവാം. ഇപ്പൊ പൊന്നു മുമ്പ് കിടന്ന് ഉറങ്ങ്. നിന്ന് തിരിയാനുള്ള ബോധം പോലുമില്ല. 100 സ്ഥലത്ത് വീണായിരുന്നു ഇതിനകത്തോട്ട് കയറി വന്നപ്പോ. ഇനിയും നീ വീണ് കഴിഞ്ഞാൽ നിന്നോട് ഞാൻ പൊക്കി എടുത്തോണ്ട് പോകും. വന്നേ. ഓ റിയലി? അപ്പൊ ശരിക്കും ഹണിമൂണായിരുന്നോ? എന്തോ ഒന്നും തുണിയൊന്നും നമ്മൾ പാക്ക് ചെയ്തില്ല, വന്നില്ല. അപ്പോൾ ഹണിമൂൺ ആകുമ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? അപ്പോൾ കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ നമ്മൾ ഹണിമൂണിന് വന്നോ? അപ്പോൾ പിന്നെ റൊമാൻസ് ഒക്കെ അറിയോ ഋഷി? നമ്മളൊന്നും ചെയ്ത പോലും ഇല്ലല്ലോ. നീ എന്നൊന്നും തൊട്ടില്ല, ഞാൻ നിന്നൊന്നും തൊട്ടില്ല. ഇതൊക്കെ ഇല്ലാതെ എന്ത് ഹണിമൂൺ? ഋഷി വന്നേ, നമുക്ക് റൊമാൻസ് ചെയ്യാം ഫസ്റ്റ്. റൊമാൻസ് ഒക്കെ നമുക്ക് അടുത്ത വെള്ളിയാഴ്ച ചെയ്യാം. ഇപ്പൊ പൊന്നുമോൻ വാ, പോയി കിടന്നുറങ്ങാം. നിന്നെ ബോധമില്ലാതെ ഒന്ന് തൊടാൻ പോലും എനിക്ക് ആഗ്രഹമല്ല. ബോധമില്ലാതെ തൊട്ടാ നീ അതറിയത്തില്ലല്ലോ. നീ അതറിയണമെങ്കിൽ നിനക്ക് ബോധം വേണം. അന്നേരം മാത്രമേ നിനക്കൊരു കിസ്സെങ്കിലും ഞാൻ അറിഞ്ഞു തരത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ എന്റെ പൊന്നുണ്ണി വരാൻ നോക്ക്, വന്നിടന്ന് ഉറങ്ങാം. പിന്നെ എനിക്ക് നിന്നെ നന്നായിട്ട് അറിയത്തില്ലേ പൊന്നുമോനെ ചെയ്തു. ഈ കാണിക്കുന്നതും പറയുന്നതൊന്നും രാവിലെ നിനക്ക് ഒരു തുള്ളി പോലും ഓർമ്മ കാണത്തില്ല. അറ്റ് ലാസ്റ്റ് ഞാൻ നിന്നെ വല്ലതും ചെയ്യണം. ഇനി അതിന് നീ എന്നെ രാവിലെ എടുത്തിട്ട് പഞ്ഞിക്കിടണം. എല്ലാം ഞാൻ തന്നെ അനുഭവിക്കണ്ടേ? അതുകൊണ്ട് നീ വന്നേ, സമയങ്ങളായത്. അതെന്താ ഋഷിക്ക് പേടിയാണോ? ഞാനായിട്ട് കുറെ നേരം സംസാരിച്ചാലോ അല്ലെങ്കിൽ കൺട്രോൾ പോകുമെന്ന് പേടിയാണെന്ന് മനസ്സിലായി.
കൺട്രോൾ പോട്ടെ ഋഷി, കൺട്രോളൊന്നും ആർക്കും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. എടാ ഋഷിവര്യ, നിന്റെ തപസ് ഞാൻ ഇന്ന് ഇളക്കൂടാ. നീ വിചാരിക്കുന്ന ആളെ അല്ല ചെയ്തു. നീ ഋഷി വര്യനാണെങ്കിൽ ഞാൻ രമ്പയും തിലോത്തമയൊക്കെ ആവും. യു നോ, ടുഡേസ് നൈറ്റ് ഈസ് യുവർ ഡാർക്ക് നൈറ്റ്. ടുഡേ ഐ എം ഗോയിങ് ടു കിസ് യു, ഫക്ക് യു, എവർത്തി. നിനക്ക് എന്നെ അറിയില്ലടാ പാട്ടി ഋഷിവര്യ. അത് നിന്നൊരു കിസി. ഗുഡ് നൈറ്റ്, ഉറങ്ങിക്കോ. നാളെ നിനക്കിതൊന്നും ഓർമ്മ കാണത്തില്ല. നാളെ നീ എങ്ങനെ എന്നോട് റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് ഇപ്പം തന്നെ അറിയാം മോനെ. എന്നെ വലിച്ചു കയറി വെക്കും. നീ പലതും പറയും, പലതും കാണിക്കും. നീ കാണുന്ന ആളെ ആയിരിക്കില്ല നാളെ നീ. അതുകൊണ്ട് ഇനി ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്തിട്ട് വേണം. ഒന്നാമത് എൻ്റെ കൺട്രോൾ പോയിരിക്കുക നിൻ്റെ ഡാൻസ് കണ്ടിട്ട്. നാളെ നിനക്ക് നീ അതിനും കൂടെ എൻ്റെ മെക്കെട്ട് കയറാൻ നടക്കത്തില്ല. നീ ബോധത്തിൽ വരുന്നൊരു ടൈം കാണുമല്ലോ, അന്നേരം എനിക്ക് നിന്നെ നന്നായിട്ട് അറിഞ്ഞാൽ മതി. ഇപ്പം ഏതായാലും വേണ്ട, ഇത് ഞാൻ ഇവിടെ വെച്ചൊന്ന് അവസാനിപ്പിക്കാം. ഞാനിവിടെ നിന്നാ ശരിയാവത്തില്ല. അപ്പം നാളെ നിങ്ങളെല്ലാവരും പോവില്ലേ? കുശിക്കെങ്കിലും ഇവിടെ നിന്നൂടെ എൻ്റെ കൂടെ? ഇനിയിപ്പോൾ ഋഷിയേട്ടനില്ലാത്തതുകൊണ്ട് ഞാനും ഇക്കാശും മാത്രമേ കാണത്തുള്ളൂ. ഇക്കാശ് ഓഫീസിൽ പോയാൽ എനിക്ക് ഭയങ്കര ബോറിങ്ങാണ്. കുശിക്ക് ഇവിടെ നിന്നൂടെ? അനുവിന് പോകാനുള്ള അത്യാവശ്യം ഉള്ളതുകൊണ്ടല്ലേ. എനിക്കും അത്യാവശ്യം ഉണ്ടല്ലോ. പിന്നെ ഇവിടുത്തെ ഡ്രാമയും കഥകളിയൊക്കെ കഴിഞ്ഞല്ലോ. നമ്മളൊക്കെ എന്തിനാ ഇവിടെ വന്നേ? ചൈതു ഋഷി ഒന്നിക്കാനായിട്ട്. അതിനു വേണ്ടിയിട്ടല്ലേ അവനെയും കൊണ്ട് അവൻ ഫാം ഹൗസിലോട്ട് പോയേക്കുന്നേ. എന്തായാലും അവര് സെറ്റാവും, അത് ഉറപ്പാ. ചൈതു കുറച്ച് പിടിവശിയൊക്കെ കാണിക്കുമെങ്കിലും പിന്നെ എല്ലാം ഓക്കെ ആവും, നീ കണ്ടോ. പിന്നെ എനിക്ക് പോകാനുള്ള അത്യാവശ്യമില്ലെന്ന് ആരാ പറഞ്ഞേ? എടാ, എൻ്റെ പപ്പയുടെ കമ്പനി ഞാനാ നോക്കുന്നേ. ചൈതു വിളിച്ചോണ്ടും എനിക്ക് ഒരേ ഒരു സഹോദരൻ മാത്രം ഉള്ളതുകൊണ്ടാ ഞാൻ ഓടിപ്പടച്ചു വന്നത്. അല്ലാണ്ട് വേറെ പണിയില്ലാഞ്ഞിട്ടൊന്നുമല്ല. അത് നീ ആദ്യം മനസ്സിലാക്കണം. പിന്നെ അനുവിന് ഞാൻ പറഞ്ഞില്ലേ സ്വന്തമായിട്ട് കോച്ചിങ് സെൻ്ററൊക്കെ ഉള്ളതാ. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് പരിപാടിയൊക്കെ അനുവിനുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ നാളെ പോകുന്നത്. നീ ഞങ്ങളോടല്ല ചോദിക്കണ്ടേ, നിന്റെ മുസാനേട്ടനോട് ചോദിക്ക് എന്തിനാ നാളെ പോകുന്നതെന്നതോ ഇരിക്കുന്നു. ഇനി എന്റെ മെക്കിട്ട് കയറെല്ലാം കൂടെ ഞാൻ എന്തിനാ പോകുന്നതെന്ന് ഇവിടെ വേറെ ആരെക്കാലം അവനറിയാം. അതാ അവൻ എന്നോട് പറയാത്തത് അല്ലേടാ? അറിയാം. മുസാനേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യാനാ പോകുന്നത്. അതല്ലേ ഞാൻ മുസാനേട്ടനോടൊന്നും ചോദിക്കാത്തത്. പക്ഷെ കുശി, നിനക്ക് നിന്നൂടേടി. വേറൊന്നുമല്ല, എനിക്ക് ഇക്കാശിനെ പേടിയൊന്നുമില്ല പണ്ടത്തെ പോലെ. പക്ഷെ ഭയങ്കര ബോറിംഗ് ആയിരിക്കും ഇക്കാശും കൂടി ഓഫീസിൽ പോയാൽ. അങ്ങനെ ബോറിംഗ് ഒന്നും ആയിരിക്കത്തില്ല. പിന്നെ വേണമെങ്കിൽ ഞാനൊരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഇങ്ങ് വരാം, പോരെ? എടാ, എനിക്ക് 2-3 കമ്പനി പേപ്പേഴ്സിലൊക്കെ സൈൻ ചെയ്യാനുണ്ട്. അതിൻ്റെ ആവശ്യമായിട്ട് പപ്പ വിളിച്ചോണ്ടാണ് ഞാൻ ഓടി പോകുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ 2 ദിവസം മുമ്പേ പോവേണ്ടതാ.
വന്നത് ഇന്ന് 2-3 ദിവസത്തെ കാര്യമെന്ന് പറഞ്ഞിട്ടാ വന്നേ. ഞാൻ ഇന്നലെ പോകേണ്ടതാ. ഋഷിയുടെ ബർത്ത്ഡേ ആണെന്ന് പപ്പയ്ക്ക് അറിയാന്നുള്ളതുകൊണ്ടും പിന്നെ ഞാൻ കൂടി പറഞ്ഞത് കൊണ്ടാ നിന്നോളാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് ആകെപ്പാട് ബന്ധു എന്ന് പറയാൻ ഇപ്പോൾ ഋഷിയുടെ പപ്പയുടെ മോൻ്റെയും മമ്മേൻ്റെയും മകനായിട്ട് ഋഷി മാത്രമല്ലേ ഉള്ളൂ. അതൊക്കെ കൊണ്ടാ എന്നെ ഇവിടെ വരാനും അവനെ കാണാനും നിൽക്കാനും ഒക്കെ സമ്മതിക്കുന്നത്. പിന്നെ എൻ്റെ പപ്പേനെ ഋഷിക്ക് ഭയങ്കര കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ വേറെ ഇഷ്യൂസും ഇല്ല. അല്ലെങ്കിൽ ഞാൻ വരത്തുകൂടിയില്ലായിരുന്നു. ഋഷി മാത്രമേ ഞങ്ങൾക്ക് റിലേറ്റീവ് എന്ന് പറയാനുള്ളൂ ഇപ്പോൾ. അതിന് ഒരുപാട് റീസൺസ് ഉണ്ടടാ. പക്ഷേ ഇന്ന് നിന്നാൽ ശരിയാവത്തില്ല, കമ്പനി വെള്ളത്തിലാവും. അപ്പം ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ എനിക്ക് വല്ല അനിയനോ ചേട്ടനോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പാടൊന്നുമില്ലായിരുന്നു. ഉള്ള കാലം ഞാൻ ഇവിടെ നിന്നേനെ, നീ പോകുന്നവരെ. പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ. സാരില്ല, പോയിട്ട് വരാൻ പറ്റുവാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് വരണേ. വാക്ക് തന്നതാ. ഇപ്പം ഏതായാലും 4-5 ദിവസം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി കൂടിപ്പോയ 3 ആഴ്ച കൂടെ ഞാൻ ഇവിടെ കാണത്തുള്ളൂ. അതിന് മുമ്പേ വരണം. 3 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനങ്ങ് തിരിച്ച് ലണ്ടനിൽ പോവും. ക്ലാസ്സൊക്കെ ഉള്ളതല്ലേ. ഏതായാലും അച്ഛൻ എന്നെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കത്തില്ല, അത് ഉറപ്പാണ്. അതുകൊണ്ട് എൻ്റെ കൂടെ വന്ന് നിൽക്കാൻ പറ്റുവാണെങ്കിൽ എല്ലാവരും വരണം. മുജാനേട്ടൻ വരുമെന്ന് എനിക്കറിയാം. അനുവിനോടും കൂടിയാ. നീ ഇപ്പം എൻ്റെ പുതിയ ഫ്രണ്ടാ, അതുകൊണ്ട് നീയും വരണം. അതിൻ്റെ ആവശ്യം വരുമെന്ന് തോന്നില്ല. എനിക്കവിടെ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഒരു 6 മാസം കഴിയുമ്പോൾ മേ ബി ഞാൻ അങ്ങോട്ട് തന്നെ വരും. അന്നേരം നമുക്ക് എപ്പോഴും കാണാം. നിന്റെ കോളേജ് അല്ലെന്നേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ അടുത്തായിട്ടൊക്കെ വരും ഏകദേശം. അതുകൊണ്ട് നീ എന്നെ കാണുന്ന കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ലണ്ടനിലാണുള്ളതെങ്കിൽ നമുക്ക് എപ്പോൾ വേണോ കാണാം. മതി സങ്കടം അഭിനയിച്ചതും സങ്കടം കാണിച്ചതൊക്കെ. അതെ, എൻ്റെ പൊന്നുമോൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇപ്പം തന്നെ കുറേ ടൈമായി. ഇനി എങ്ങാനും കുറച്ചുകൂടി നീ ലേറ്റായി കഴിഞ്ഞാൽ പൊന്നുമോനെ ഈ കാശ് കഥവടച്ച് പൂട്ടും. പിന്നെ ഇവിടെ വേറെ ഒരു റൂമിലും കിടക്കാൻ നിനക്ക് പെർമിഷൻ ഇല്ലേ? അറ്റ് ലാസ്റ്റ് നീ ഡോറിൻ്റെ ഫ്രണ്ട് കിടന്ന് ഉറങ്ങേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ സുന്ദരക്കുട്ടൻ ചെല്ലാൻ നോക്കും. മുസാനെ, എന്നാൽ ഞങ്ങൾ കിടക്കാൻ പോവാം. പോട്ടെ, ഗുഡ് നൈറ്റ്. ശരിടാ, ഗുഡ് നൈറ്റ്. അല്ല, എന്താ മോനെ പ്ലാൻ? ഇനിയിപ്പോൾ നാളെ ഞാനും കൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അവള് വരുമ്പോ ഋഷിയാണെങ്കിൽ ഇവിടെ ഇല്ല. നിനക്കിപ്പോൾ ഈ കഷിനെ പേടിയൊന്നുമില്ലല്ലോ? അവനെന്തോ നമ്മൾ മാറിയെന്ന് സംസാരിച്ചപ്പോൾ ഡൗട്ടുള്ളത് പോലെ അല്ലേ കുറച്ചു മുമ്പ് സംസാരിച്ചത്? എനിക്കെന്തോ അവൻ നിന്റെ അടുത്ത് ഓവർ ഇത് കാണിക്കും പോലെ തോന്നി. അല്ല, നിനക്കതിന് ബുദ്ധിമുട്ടൊന്നും തോന്നില്ലേ? അല്ല, ഞാനിങ്ങനെ കുഷി പറഞ്ഞ് അറിഞ്ഞായിരുന്നു ഇന്ന് നിന്നെ അവൻ കിസ് ചെയ്തെന്നൊക്കെ. അത് നീയും പറഞ്ഞായിരുന്നു. എൻ്റെ മനസ്സിൽ ചെറിയൊരു ഡൗട്ടായിരുന്നു. പിന്നെ ഇന്ന് കുഷിയോട് ചോദിച്ചവൻ പറഞ്ഞു അത് സത്യമാണ്. പിന്നെ നീ എന്തോ പറഞ്ഞോന്ന്, അവനോട് ഐ ലവ് യുന്നോ അങ്ങനെ എന്തൊക്കെയോ. ഞാനതൊന്നും വിശ്വസിച്ചില്ല. എന്താ അതിൻ്റെ അർത്ഥം? ഫൈൻ. അതെ മുജാനേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. മേ ബി മുജാനേട്ടൻ എന്നോടുള്ളത് പ്യുവറായിട്ടുള്ള ലവ് തന്നെയാണെന്ന് ഉറപ്പുണ്ടോ? പക്ഷേ എനിക്ക് ഉറപ്പില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയട്ടെ. ഈ ഒരു ക്രഷൊക്കെ തോന്നത്തില്ലേ? അത് തന്നെയാണ് മുജാനേട്ടന് എന്നോടും ഉള്ളത്. ചൈതുവേട്ടനോട് തോന്നിയ ആ സെയിം സാധനം തന്നെയാണ് എന്നോടും ഉള്ളത്. ഇതാര് പറഞ്ഞത് അറിഞ്ഞെന്നാണോ? അതൊക്കെ ഞാൻ അറിയും. പിന്നെ ഇതെങ്ങനെ മനസ്സിലായി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ, നമ്മൾ ആദ്യം ഒരാളെ കാണുമ്പോൾ അയാളുടെ ക്യാരക്ടറും പിന്നെ നമ്മളെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തോന്നുന്നൊരു കാര്യമാണ് ക്രഷ് എന്ന് പറയുന്നത്. അത് പ്യൂർ ലവ് ആണെന്ന് പറയണമെങ്കിൽ ഒരു വർഷത്തോളം അല്ലെങ്കിൽ അതിൽ കൂടുതലോ. ഇത് ഞാനൊരു പർട്ടിക്കുലർ ഡേ ഒരു പർട്ടിക്കുലർ ഇയർ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയാണെന്നല്ല, അത്രയും ആ ഒരു ഫീലിങ്സിന് വാല്യൂബിൾ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതൊരു പ്യൂർ ലവ് ആവത്തുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഒരാഴ്ച എന്നോട് ഇഷ്ടം തോന്നിയിട്ട് അടുത്ത ആഴ്ച ചൈതുവിനോട് ഇഷ്ടം തോന്നിയിട്ട് എന്നോട് തോന്നിയത് പ്യൂർ ലവ് ആണെന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? മുജാനേട്ടൻ തന്നെ പറ. അങ്ങനെയാണെങ്കിൽ എന്നെ കണ്ടപ്പം ചൈതുവിനോടുള്ള ഫീലിങ്സ് എവിടെ പോയി? അതുകൊണ്ടാണ് പറഞ്ഞത്. ചിലപ്പോൾ മുസാനേട്ടൻ എന്നോട് തോന്നിയത് റിയൽ ഫീലിങ്സ് ആവാതിരിക്കാം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് തോന്നിയത് അത് റിയൽ അല്ലെന്ന്. എന്നോട് തോന്നിയ ചെറിയൊരു അട്രാക്ഷൻ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അത് വേറൊന്നുമല്ല. പിന്നെ ഈ പ്രേമത്തിനെ കുറിച്ച് വലിയ അറിവും ബുദ്ധിയൊന്നും ഇല്ലെങ്കിലും
എന്തെങ്കിയോ എവിടേക്കോ എങ്ങനെയൊക്കെയോ ഒക്കെ വിട്ടുവിട്ടൊക്കെ എനിക്കും അറിയാം. അതുകൊണ്ട് ഏട്ടൻ എന്നോടുള്ളത് പ്രേമാണ് മാത്രം ഏട്ടൻ ഇനി പറയരുത്. പിന്നെ ഇക്കാഷിൻ്റെ കാര്യം, ഇക്കാഷ് എന്നെ കിസ് ചെയ്യുന്നതായാലും അല്ലെങ്കിൽ എന്നോട് എൻ്റെ കാര്യങ്ങളിൽ ഓവറായിട്ട് ഇടപെടുന്നതായാലും അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് മുസാനേട്ടാ. ഞാനതൊക്കെ എൻജോയ് ചെയ്യുന്നുമുണ്ട്. ഒരിക്കലും ഞാനതൊന്നും എൻജോയ് ചെയ്യുന്നില്ല എന്ന് ഒരാളോടും ഞാൻ കള്ളം പറയത്തില്ല. ബിക്കോസ് നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരാളെ വേണ്ടതും എൻ്റെ ലൈഫിൽ, എന്നെ കെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെയൊക്കെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി മറ്റൊരാളോട് തല്ലുകൂടുന്ന അങ്ങനെ ഒരാളെ കിട്ടിയാൽ എന്ത് ഭാഗ്യവാ. മുസാനേട്ടൻ തന്നെ ആലോചിച്ച് നോക്ക്. ഓക്കെ, എൻ്റെ ഫീലിങ്സ് എന്താണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. അതൊക്കെ ശരിയാ, നീ പറഞ്ഞതുപോലെ ക്രഷാണോ അട്രാക്ഷനാണോ അല്ലെങ്കിൽ ലവ് ആണോ അത് ലൈഫ് ലോങ് നീ കൂടെ വേണോ എന്നുള്ളതാണോ ഇതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ കൺഫ്യൂസ്ഡാണ്. അത് ഞാൻ ഉറപ്പിച്ച് പറയും, നിന്റെ മുഖത്ത് നോക്കി പറയും. അല്ലെങ്കിൽ നീ പറഞ്ഞ പോലെ നിൻ്റെ അടുത്ത് ഫസ്റ്റ് തോന്നിയൊരു ഇംപ്രഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. പക്ഷേ ഇക്കാഷിൻ്റെ കാര്യം പോട്ടെ, അവനിനി നിന്നെ ഇഷ്ടമാണെങ്കിലും ഞാൻ കൂടെ നിൽക്കും, ബിക്കോസ് ഹീസ് മൈ ഫ്രണ്ട്. പക്ഷേ നിനക്കെന്താ അവനോട് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ? അല്ല, നീ മുമ്പേ പറഞ്ഞു അവൻ കിസ് ചെയ്യുന്നതും അവൻ നിന്നോട് കാണിക്കുന്ന എല്ലാം അതിന് എന്ത് തന്നെ ആയാലും നീ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന്. അതുമാത്രമല്ല, നമ്മൾ ഓർഫനേജിൽ പോയ ടൈമിൽ അവിടെ വച്ച് ത്രിലോകിനോട് നീ എന്തുകൊണ്ട് ഇകാഷ് നിന്നെ അടിച്ച കാര്യം പറഞ്ഞില്ല? ഋഷി വരെ ആരുവിനോട് നിന്നെ തല്ലിയ കാര്യം പറഞ്ഞു, പക്ഷെ നീ എന്തുകൊണ്ട് പറഞ്ഞില്ല? എല്ലാ കാര്യങ്ങളും ഏട്ടനോട് പറയുന്ന ഒരു അനിയനെന്ന നിലയ്ക്ക് നീ അത് പറയേണ്ടതാണ്. ഒരിക്കലും നിനക്കിതൊന്നും മറച്ചു വയ്ക്കാൻ പറ്റത്തുമില്ല. കാരണം നിന്റെ ഒരു ക്യാരക്ടർ വെച്ച് നിനക്ക് അങ്ങനെ രഹസ്യങ്ങളൊന്നും വെച്ചേക്കുന്ന ഒരു ക്യാരക്ടർ അല്ല. വെച്ചേക്കാൻ അറിയത്തില്ല, എല്ലാം നീ വെട്ടി തുറന്ന് പറയും. അങ്ങനെ ഉള്ള ഒരു നീ എന്തിന് ഇക്കാഷ് നിന്നെ തല്ലിയ കാര്യം ത്രിലോകിൽ നിന്ന് മറച്ചു വെച്ചു? എന്താ അപ്പം നിനക്ക് ഇക്കാഷിന് ഇഷ്ടമാണോ? ആക്ച്വലി അതെ, പക്ഷെ എനിക്ക് ഉറപ്പില്ല. കൺഫ്യൂസ്ഡ് അല്ല, പക്ഷെ ഇത് വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് ഉറപ്പില്ല. പുള്ളിക്കാരൻ എൻഗേജ്ഡ് ആണ്, വേറൊരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലാണ്. ഋഷിയേട്ടൻ പറഞ്ഞത് അങ്ങനെയാണ്, ഇഷ്ടത്തിലായിട്ടാണ് അവരുടെ എൻഗേജ്മെൻറ്റ് ഉറപ്പിച്ചതെന്ന്. പിന്നെ ബട്ട് ടു ബി ഫ്രാങ്ക് മുസാനേട്ട, ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ് ബിക്കോസ് ഐ ലവ് ഹിം. പക്ഷെ പ്രാക്ടിക്കലി ചിന്തിച്ചാൽ പോസിബിൾ അല്ല. പക്ഷെ എൻ്റെ ഒരു ചിന്തിച്ചാൽ എനിക്ക് വേണമെന്ന് തോന്നുക, കിട്ടുമെന്ന് അറിയത്തില്ല. ആൻഡ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനത് പ്രിപ്പയർഡ് ചെയ്തായിരിക്കുന്നത്. ബട്ട് പുള്ളിക്കാരൻ്റെ എന്നോടുള്ള അപ്രോച്ച്, ക്യാരക്ടർ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് ഹി ലവ് മീ. ആ കിസ്സിലൊക്കെ ഒരു സ്ട്രേഞ്ചർ അല്ലെങ്കിൽ ഒരാളോടുള്ള വാശി തീർക്കാനുള്ള കിസ്സായിട്ട് എനിക്ക് ഈ നിമിഷം വരെ തോന്നിയിട്ടില്ല. That kiss was really in love and affection, but I don't know, Muzaneta. Hey, I'm happy man. Engaged. അത് നീ വിട്, അതിന്റെ ബാക്ക് സ്റ്റോറി ഒന്നും നിനക്ക് അറിഞ്ഞൂടാത്തോണ്ടാ, അതുകൊണ്ട് അത് നീ ചിന്തിക്കണ്ട. അല്ല, നീ അവനോട് ഐ ലവ് യു പറഞ്ഞു, അതൊക്കെ. പക്ഷേ ആ ഐ ലവ് യു നിനക്ക് അവൻ്റെ കിസ്സിങ്ങിൽ നിന്നും അല്ലാണ്ട് അങ്ങനെയുള്ള ടോർച്ചേഴ്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നീ പറഞ്ഞത്. അത് നിനക്ക് ശരിക്കും ഉള്ളൊരു ഫീലിങ്സ് ആണെന്ന് അവനെ അറിയിക്കുന്നില്ലേ? എന്തോ അവൻ്റെ ഒരു ക്യാരക്ടറിൽ നിന്നോടും നീ പറഞ്ഞ പോലെ ഫീലിങ്സ് ഉള്ള പോലെ എനിക്ക് തോന്നിയത്. അന്നേരം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതും അവനും പറയുമല്ലോ. സോ ഐ തിങ്ക് നീ പറയുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. ഓക്കെ ഫൈൻ, ഇനി നീ പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ. നിന്റെ അച്ഛനറിഞ്ഞാൽ എന്താവുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, അയാൾ ഭൂകമ്പം ഉണ്ടാക്കുമെന്ന് നിനക്കും എനിക്കും അറിയാന്നുള്ള കാര്യമാണ്. എന്നാലും വീണ്ടും ഈ രണ്ട് കുടുംബക്കാർ തമ്മിൽ വലിയൊരു ഇഷ്യൂ ആവൂലേ? ആദ്യം ഇത് സെറ്റാവോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ലല്ലോ, അതറിയട്ടെ, എന്നിട്ടല്ലേ അച്ഛൻ്റെ കാര്യം. പിന്നെ എങ്ങാനും ഇത് സെറ്റായെന്ന് തന്നെ ഇരിക്കട്ടെ, എനിക്കിഷ്ടമുള്ള ആളല്ലേ എന്നെ കിട്ടാൻ പറ്റത്തുള്ളൂ.
അല്ലാണ്ട് പിന്നെ അച്ഛൻ പറയുന്ന ഏതെങ്കിലും വേട്ടാവളി എത്തിയ വേട്ടാവളിയെ കെട്ടാൻ എനിക്ക് പറ്റുമോ? എങ്ങാനും അച്ഛൻ എതിർത്തി കഴിഞ്ഞാൽ ഞാൻ അളിയൻ്റെ പാത പിന്തുടരും. ഞാനിവിടെ നിന്ന് ഒളിച്ചോടിങ്ങ് വരും, അത്ര തന്നെ. ഒരു മലയാടാൻ അത്ര വലിയ പാടൊന്നുമില്ല. ആഹാ, നീ ആള് കൊള്ളാലോടാ. അത് കേട്ടാ മതി. അപ്പോ അല്ല, പിന്നെ എന്തിനാ നിനക്ക് ഈ പാസ്റ്റില് വന്ന് ഒരു കിസ് അടിച്ച്? പിന്നെ ഇതൊക്കെ എല്ലാവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ. അയാളെ ഇനി എന്തിനാ തിരക്കുന്നേ? നിനക്ക് ഇഗാഷിനെ ഇഷ്ട, ഇഗാഷിനെ നിന്നെ ഇഷ്ട, ഫൈൻ. പിന്നെ നീ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ അത് ഇഗാഷാണോ എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. ഐ മീൻ, ഈ ഇഗാഷിനും ഈ പറഞ്ഞ പോലെ ചെവിയുടെ പുറയില് 7 ടാറ്റു ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ആ ടൈമില് ഐ മീൻ ആ ഒരു പർട്ടിക്കുലർ ഇയറിലൊക്കെ ഞങ്ങൾ ആ പബ്ബിൽ സ്ഥിരം പോകുന്ന ആൾക്കാരാ. പിന്നെ നീ പറഞ്ഞതുപോലെ ഇഗാഷ് ലണ്ടനിലാണ് പഠിച്ചത് ആ ഒരു വർഷത്തിന് ശേഷം. ഇതെല്ലാം കൊണ്ട് എനിക്ക് തോന്നുന്നു മേ ബി അത് ഇഗാഷ് ആവാനും ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞതല്ല, ഞാൻ ആദ്യം തിരക്കട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ മുസാനേട്ടാ, അത് വേറെ കാര്യം, ഇത് വേറെ കാര്യം. ഇനി ഇൻകേസ് അത് ഇഗാഷ് ആണെങ്കിൽ തന്നെ എനിക്ക് സോറി പറയണം. ബിക്കോസ് അന്ന് അത്രയും വലിയൊരു ചീത്ത കാര്യത്തിലോട്ട് ഞാനാ ഫോഴ്സ് ചെയ്ത് അയാളെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചത്. എനിക്ക് അയാളുടെ മുഖം ഓർമ്മയില്ല. പിന്നെ അത് ഇഗാഷാവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം വേറൊന്നുമല്ല. ലണ്ടനിൽ നിന്ന സമയത്തിനാണ് എൻ്റെ ഇവിടെയുള്ളൊരു ക്ലോസ് ഫ്രണ്ട് എൻ്റെ കസിൻ സിസ്റ്ററുടെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞത് ആ പബ്ബിൽ എന്നെ തിരക്കി ആരോ ചെന്നിരുന്നു എന്ന്. എൻ്റെ പേരൊന്നും ചോദിച്ചില്ല. അന്ന് അവിടെ ഉണ്ടായിരുന്ന പയ്യന്മാരാരൊക്കെയാ, അതിൽ എന്തൊക്കെയോ അടയാളങ്ങൾ പറഞ്ഞ് ഈ റൂമിൽ സ്റ്റേ ചെയ്ത ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊക്കെ പറഞ്ഞാൽ തിരക്കിയെന്നാണ് പറഞ്ഞത്. നൈറ്റ് ഇന്ന റൂമിൽ രാവിലെ ആരെങ്കിലും എണീറ്റ് പോകുന്നുണ്ടായിരുന്നോ, CCTV ഫുട്ടേജ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞൊരു പയ്യൻ തിരക്കി ചെന്നെന്നാണ് പറഞ്ഞത്. അതാരാന്നൊന്നും അവർക്കും അറിയത്തില്ല. അന്നത്തെ ആ ഇഷ്യൂവിന് ശേഷം അവിടുത്തെ CCTV ഫുട്ടേജൊക്കെ പോയിരുന്നോണ്ട് തന്നെ അന്ന് അവിടെ ചെന്ന ആളുടെ ഫുട്ടേജോ ഒന്നും അവർക്കും കിട്ടിയില്ല. അതിനുശേഷം ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അവരിത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇഗാഷ് ഒരിക്കലും ആവാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ഇഗാഷ് ഇപ്പോഴും സ്റ്റിൽ ആ പയ്യനെ തിരക്കിക്കൊണ്ട് നടക്കണ്ടേ? ഐ മീൻ എന്നെ തിരക്കിക്കൊണ്ട് നടക്കണ്ടേ? ഇതിപ്പോൾ എന്നെ തിരക്കുന്നില്ലല്ലോ. സോ ഐ മീൻ ഇഗാഷ് അങ്ങനെ ആരെയും തിരക്കുന്നതായിട്ട് നമുക്കാർക്കും അറിവില്ലല്ലോ. അവരുടെ ഫാമിലി മെമ്പേഴ്സിന് അറിയത്തില്ല. അവനുമായിട്ട് അത്ര അടുത്ത് നിൽക്കുന്ന ചൈതോട്ടിന് പോലും അറിയത്തില്ല. സോ അത് ഇഗാഷ് ആവാൻ വഴിയില്ല. വേറെ ആരായിരുന്നാലും ഹീസ് മൈ ഫസ്റ്റ്. അതുകൊണ്ട് എനിക്കൊരു സോറി പറയണം എല്ലാ രീതിയിലും. ഓക്കെ, ഫൈൻ. അപ്പൊ നിനക്ക് വേണ്ടി അയാളെ ഞാൻ കണ്ടുപിടിച്ച് തരണം. ശരി, ഏതായാലും നാളെ ഞാൻ പോവും. ഞാനത് തിരക്കട്ടെ. ഇത് നിനക്ക് വേണ്ടി തന്നെ പോകുന്നത്. ഇല്ലെങ്കിൽ ഈ ഒരാഴ്ച നിന്റെ കൂടെ ഞാനും ഇവിടെ ഉണ്ടായേനെ. എനിക്കിപ്പോൾ മനസ്സിലാവും നിനക്ക് ഈ കാശിനോട് എന്ത് തരത്തിലുള്ള ഇഷ്ടമാണ്. എനിക്കിപ്പോൾ മനസ്സിലായി എനിക്ക് നിന്നോട് എന്തായിരുന്നു എന്ന്. എനിവേ, ഇതെൻ്റെ വാക്കാണ്. എൻ്റെ തൃശ്ശൂരിന് മുസാൻ തരുന്ന വാക്ക്. അതിന് ആരായിരുന്നാലും ഞാൻ കണ്ടുപിടിച്ച് തരും, തെളിവ് സഹിതം. പോരെ? പോയി കിടന്ന റൂമിൽ. ആവശ്യമില്ലാന്ന് പറഞ്ഞ് അവൻ്റെ അടുത്ത് അടിയുണ്ടാക്കാനും നിൽക്കണ്ട. ഇന്നത്തെ നിന്റെ ഡാൻസ് കണ്ടിട്ട് അവൻ മൊത്തത്തിൽ ടെറർ കയറിയിരിക്കുമെന്ന് തോന്നുന്നു. ചെന്നിനി ഇറിറ്റേറ്റ് ചെയ്ത് ഐ മീൻ കമ്പിട്ട് വായി കുത്തി വായിരിക്കുന്ന കേൾക്കാൻ നിൽക്കണ്ട കേട്ടാ. ചെല്ല്. ഓക്കെ, എന്നാ ഗുഡ് നൈറ്റ്. ഞാൻ പോട്ടെ. മുസാനേട്ടാ പറഞ്ഞ ശരിയാ. എന്നോട് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. പുള്ളി എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നൊക്കെ ഇപ്പം എനിക്കറിയാം. ടാറ്റാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എനിക്ക് തോന്നിയ പൊട്ടത്തരങ്ങളായിരുന്നോ അതോ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടിയതാണോ? പടച്ചോനെ എന്നെ അറിയാം. എന്തായിരുന്നാലും അവന് ഞാൻ വാക്ക് കൊടുത്തതാ, അതാരാന്ന് കണ്ടുപിടിച്ച് കൊടുക്കാം. എനിക്കിനി അവനോട് ക്രഷല്ല, പ്യൂർ ലവ് അല്ല, ഇനി അട്രാക്ഷൻ അല്ല, ഇൻഫാറ്റുവേഷൻ. ഇനി എന്ത് തേങ്ങയാവട്ടെ, അതിനി എന്തായിരുന്നാലും
ഞാൻ വാക്കുകൊടുത്ത കാര്യം അത് ഞാൻ അവന് വേണ്ടി പാലിക്കും. അതാരാന്ന് കണ്ടുപിടിച്ചിട്ടേ ഇനി ഞാൻ അവൻ്റെ മുമ്പിലോട്ട് പോകത്തുള്ളൂ. അതിന് എന്തായിരുന്നാലും ഫൈൻ. ഡാ നിനക്കെന്തടാ, നീ വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കാരു നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഇഞ്ചി അടിക്കുന്ന കുരങ്ങനെ പോലെ നഖവും കടിച്ചടിച്ച് അങ്ങോട്ട് വിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഇതല്ല അമ്മ പറഞ്ഞു വെച്ച് അവിടെ വിഷമത്തൊക്കെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ നിൻ്റെ മോന്താണ്ട വിഷമമാണെന്നല്ല, നിൻ്റെ ഭാര്യ എന്തോ പ്രസവിക്കാൻ ലേബർ റൂമിനകത്ത് കിടക്കും പോലെയാണല്ലോ നീ കിടന്ന് കാണിക്കുന്നത്. എന്തുവാടാ, എന്തു പറ്റി? അറ്റ്ലീസ്റ്റ് നീ എൻ്റെ അടുത്ത് ഷെയറെങ്കിലും ചെയ്യ്. ഞാനിവിടെ വന്നിട്ട് 2 മണിക്കൂറായി നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. തുണി എടുക്കുന്നു, തിരിച്ച് തുണി വയ്ക്കുന്നു, ടർക്കി എടുക്കുന്നു, ടർക്കി തിരിച്ച് വയ്ക്കുന്നു, ഇതോ അവിടെ പോയി ഷാമ്പു എടുക്കുന്നു, ഷാമ്പു തിരിച്ച് വയ്ക്കുന്നു, ബാത്റൂമിൽ പോകുന്നു, ബ്രഷ് എടുത്തുകൊണ്ട് റൂമിലോട്ട് വരുന്നു, വീണ്ടും ബാത്റൂമിൽ പോകുന്നു, ബ്രഷ് അവിടെ വയ്ക്കുന്നു, ഫ്ലഷ് ഓൺ ആക്കുന്നു, വെറുതെ ഷവർ ഓൺ ആക്കിയിട്ട് അതിൻ്റെ മൂട്ടിൽ നിന്ന് ആലോചിക്കുന്നു. നിനക്കെന്താ പറ്റിയേ പറ? വീട്ടിൽ പോയി ബന്ധുക്കളൊക്കെ കണ്ടപ്പോൾ തലയിലുള്ള ബുദ്ധിയും കൂടെ അവിടെ ഊരി കൊടുത്തിട്ടാണോ വന്നത് എൻ്റെ മോൻ? എനിക്കെന്ത് പറ്റാ? അല്ലെങ്കിൽ തന്നെ ഞാനെന്തിങ്ങനെ അതെ ത്രിലോകെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ അത് കേൾക്കണം. നീ അവിടെ നിൽക്കാതിങ്ങ് വാ, എൻ്റെ അടുത്ത് വാ. അതെ, നമുക്കറിയാന്നുള്ള ഒരാൾക്ക് നമ്മളെ ശത്രുവിന് മോന് ഇഷ്ടമാണ്. അവൻ നമ്മളോട് പറയാം, നമ്മൾ അറിയാന്നുള്ള ആള് എന്നോട് പറയാം എനിക്കിഷ്ടമല്ലെന്ന്. ആരാ പറഞ്ഞേ? എനിക്കിഷ്ടമാണ്, ഞാൻ എന്തായാലും കെട്ടും. എന്തുവാ കല്യാണം ഉറപ്പിച്ചാന്നൊന്നും ഐ ഡോണ്ട് കെയർ. ഞാൻ എൻ്റെ ഇഷ്ടം മാത്രമേ നോക്കുന്നുള്ളൂ. അതായത് നമ്മളായിട്ട് നല്ല ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ് ഇത് പറയുന്നത്. അന്നേരം നിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതാ ഇപ്പം എൻ്റെ മാനസികാവസ്ഥ. കാരണം ഇപ്പം ഇത് ഞാനായിട്ട് തുടങ്ങി വെച്ച പ്രശ്നമാണല്ലോ. എൻ്റെ അമ്മയെ തുടങ്ങി, പിന്നെ ഇത് ഞാനായിട്ട് തുടങ്ങി. ഇനി ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവാൻ എനിക്കൊട്ടും താല്പര്യമില്ല. ഇന്ന് മിണ്ടിയപ്പോൾ ഞാനായിട്ടിത് ഏകദേശം സോൾവ് ആയെന്നൊക്കെ വിചാരിച്ചതാ. പക്ഷേ ഇല്ല, അണയാൻ പോകുന്ന തീയിൽ വീണ്ടും കനല് കോരിയിട്ട പോലെയാ, ഇടുത്തി വീഴും പോലെയാ ഈ പ്രശ്നം വന്നത്. എൻ്റെ സ്ഥാനത്ത് നീയാണെങ്കിൽ എന്ത് ചെയ്യും സമാധാനം കിട്ടാൻ? അത് പിന്നെ ഞാനാണെങ്കിൽ 2 അടിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങും. അല്ല നീ ഇതെന്തൊക്കെയാ പറഞ്ഞേ? ഒരു ബന്ധമില്ലാത്ത കാര്യം നീ ഡീറ്റെയിൽ ആയിട്ട് പറ. എനിക്ക് ചിലപ്പോൾ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിലോ. ഒന്നുമില്ലെങ്കിലും ഞാൻ നിൻ്റെ ഹസ്ബൻഡല്ലേ, ഷെയർ ചെയ്യണമെന്നാണല്ലോ. നീ ഇങ്ങനെ വാലും തൊമ്പില്ലാതെ അവനെ ഇഷ്ടം അവനെ ഇഷ്ടം ശത്രുക്കളാ നീ കാരണം തുടങ്ങി. അല്ല ഞാനറിയാതെ നീ കാരണം എന്ത് പ്രശ്നം തുടങ്ങി? ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ ആരു. നീ ഡീറ്റെയിൽ ആയിട്ട് പറ. നിന്നെ ത്രിലോകേട്ടൻ ഹെൽപ്പ് ചെയ്യും, പറ. ഓ ആണല്ലേ, എന്നാ നമുക്ക് 2 അടിച്ചിട്ട് സംസാരിക്കാം. അവിടെ തന്നെ അല്ല, നമുക്ക് സംസാരിച്ചിട്ട് സമാധാനം പോയിട്ട് 2 അടിക്കാം. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഇപ്പം നീ കാര്യം പറ. കേട്ടിട്ട് എന്തോ സീരിയസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നീ എന്നെ കൂടുതൽ ടെൻഷൻ അടുപ്പിച്ച് അതിൻ്റെ മൂർത്താവെ കൊണ്ടെത്തിക്കാതെ നീ കാര്യം പറ. എന്താ പ്രശ്നം? ഫൈൻ, പ്രശ്നം എന്താണെന്ന് നീ ശ്രദ്ധിച്ച് കേട്ടോ. എനിക്ക് സമാധാനമില്ല, എനിക്ക് നിക്കക്കള്ളിയില്ല. ഞാൻ ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ ചിന്തിക്കാം. പക്ഷെ നിന്നെ ആലോചിച്ചിട്ടോ? അതെ, എന്നോട് ഇന്ന് തൃശ്ശൂർ പറയുക അവൻ ഈ കാശിന് ഇഷ്ടമാന്ന്. ഞാനെന്ന ഐഡിയ പറഞ്ഞു കൊടുത്തില്ലേ തൃശ്ശൂരിന്? അത് ഈ കാശിനോട് ഐ ലവ് യു പറയാനായിരുന്നു. എൻ്റെ അനിയനോട് എന്നെ ഞാൻ ദ്രോഹം ചെയ്തതെന്നൊക്കെ നിനക്ക് തോന്നും. ഒരിക്കലും അല്ല, ഞാനങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം പണ്ട് തൊട്ടേ ഇക്കാശിനോട് ആരെങ്കിലും ഈ ഐ ലവ് യു ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കുറച്ച് ദിവസം ഡൗൺ ആയിരിക്കും. ആ ഡൗൺ ആവുന്ന സമയത്തിന് അവനെ കയറി കിസ് ചെയ്യത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഐഡിയ പറഞ്ഞു കൊടുത്തത്. പക്ഷെ ഇന്ന് അവിടെ ചെന്നപ്പോൾ ഇക്കാശിൻ്റെ തൃശ്ശൂരിൻ്റെ അടുത്തുള്ളൊരു നേച്ചറും ഇടപഴകലൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യമായിരുന്നു അവന് തൃശ്ശൂരിനോട് എന്തൊക്കെയോ ഉണ്ട്, അത് സത്യമാണ്. പക്ഷേ ഞാനത് തൃശ്ശൂരിനോട് പറഞ്ഞു, എടാ അവന് നിന്നോട് എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നത്, നീ ഐ ലവ് യു പറഞ്ഞതാണ് അവൻ സീരിയസ് ആയിട്ട് എടുത്താൽ തോന്നുന്നു, എനിക്ക് ചെറിയ ടെൻഷനുണ്ട് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത്രയും നേരം അവൻ എല്ലാം കേട്ടോണ്ട് എന്നിട്ട് പറയുക
അതിനാരാ അവനോട് തമാശയ്ക്ക് ഐ ലവ് യു പറഞ്ഞേ? ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞേ. ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞു എനിക്ക് ഇക്കാശിന് ഇഷ്ടമല്ലെന്ന്? എനിക്ക് അവനോട് അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ അത്രയും ധൈര്യമായിട്ട് ഞാൻ പോയി ഐ ലവ് യു എന്ന് പറഞ്ഞേന്ന്. അപ്പം ഞാൻ ആരായി? അതെ, ഞാനൊരു കാര്യം പറഞ്ഞ മനുഷ്യ, ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. ഞാൻ ഐഡിയ പറഞ്ഞു കൊടുത്തത് അതൊന്നാമത്തത്. രണ്ടാമത്തത് വിഷ്ണുവച്ചൻ. അയ്യോ, എനിക്ക് നെഞ്ചുവേദന വരുന്നു. നിങ്ങൾക്കറിയോ, ഞാൻ അവനെ ഇല്ലാതാക്കിയതാകണം. അല്ല, ഞാൻ അവന് ഈ വലിച്ച ഐഡിയ പറഞ്ഞു കൊടുത്തതെന്നാണ് വിഷ്ണുവച്ചൻ അറിഞ്ഞ. എല്ലാം പോട്ടെ, എല്ലാം ഒരുവിധം ഒതുങ്ങി അടങ്ങിയിരിക്കുവോ ഈ ലാസ്റ്റത്തെ പ്രശ്നത്തോടു കൂടി. ചെറുക്ക അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇനി വിഷ്ണുവച്ചൻ ഒന്നിനും പോത്തില്ലെന്നൊക്കെയല്ലേ പറഞ്ഞത്. ഇനി ഇവനെങ്ങാണ് അവനെ സ്നേഹിച്ചിട്ട് ഇവനെങ്ങാണ് അവന്റെ കൂടെ ഒളിച്ചോടി അങ്ങനെ പോണം. അയ്യോ, അൺസൈക്കബിൾ. അയ്യോ, നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അയ്യോ, അത് ശരിയാ. അപ്പോഴേ ഈ ബ്രാൻഡി വേണോ ഓൾക്ക വേണോ? ധൈര്യത്തിന് ഓൾക്കാണ് നല്ലത്. നമുക്ക് അതടിക്കാം അല്ലേ? എൻ്റെ ഉള്ള സമാധാനം കൂടെ പോയി. ഇനി നമുക്ക് പോയി രണ്ടെണ്ണം അടിച്ചിട്ട് സംസാരിക്കാം. അല്ലെങ്കിൽ അടിച്ചിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങാം. നീ വാ. ഓൾക്കെങ്കിൽ ഓൾക്ക, അത് കിട്ടിയില്ലെങ്കിൽ വല്ല പട്ടച്ചാരായാലും മതി. ഞാൻ വരാം. ഒരാളും കൂടെ അറിഞ്ഞപ്പോൾ എന്തൊരു സമാധാനം. ഇനി ഞാൻ മാത്രം തീ തിന്നണ്ടല്ലോ, കൂടെ എൻ്റെ ഹസ്സും കാണും. എൻ്റെ അമ്മേ, ഇനി വരാൻ പോകുന്നതൊക്കെ സുനാമിയാണോ ചുഴലിക്കാറ്റാണോ വെള്ളപ്പൊക്കമാണോ എന്ന് പടച്ചോന് മാത്രം അറിയാം. ഏതായാലും 4-5 വഴിയെ കൂടെ ഒത്ത തന്നെ വരും. വിഷ്ണുദാസ് എന്ന പേരിൽ ഒറ്റയ്ക്ക് നേരിടുക, അല്ലാതെ എന്താ? അതെ, ഉറങ്ങിയില്ലായിരുന്നോ? ഇല്ല, ഉറങ്ങിയില്ല. നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. നിനക്കെന്തോ നിൻ്റെ ഡാൻസ് എനിക്ക് ഇഷ്ടപ്പെട്ട എന്തോ ഹെൽപ്പ് എന്തോ ആഗ്രഹം എന്തോ ഉണ്ട്. അത് സാധിച്ചു തരുമെന്ന് ചോദിച്ചില്ലായിരുന്നോ? അതെന്താണെന്നറിയണം. പിന്നെ നിൻ്റെ ഡാൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ നിനക്ക് തരണമെന്ന് വിചാരിച്ചായിരുന്നു. അത് തരണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ നിനക്കെന്താ വേണ്ടേ? ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്നാൽ ഇഷ്ടപ്പെട്ടില്ല. ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച കാര്യം നടക്കണം. നിനക്ക് തരയും വേണമല്ലോ. അപ്പോൾ പറ, എന്താ വേണ്ടേ? ഓക്കെ, പറയാം. അതെ, ഞാനിവിടുന്ന് പോവുമല്ലോ 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ. അന്നേരത്തേനും 1 മാസം ആവില്ലേ? പോയിക്കഴിഞ്ഞാൽ എന്നെ മറക്കുമോ? എന്നെ പിന്നോട് കോണ്ടാക്ട് ചെയ്യൂലേ? ഐ മീൻ, എന്നെ കാണാൻ വരുമോ? അല്ല, ഇതൊക്കെ എൻ്റെ ക്വസ്റ്റ്യൻസാ, ഡൗട്ടുകൾ. പക്ഷെ എനിക്ക് വേണ്ടത് ഇതൊന്നുമല്ല. ഞാനിവിടുന്ന് പോയിട്ട് ഇക്കാശുണ്ടല്ലോ, എൻ്റെ അച്ഛൻ്റെ കൂടെ വീണ്ടും അടിയുണ്ടാക്കി ഇതുപോലെ ബെറ്റി വിളിച്ചിട്ട് വീണ്ടും ഈ സെയിം ബെറ്റി എന്നെ വിളിക്കണം. എന്നിട്ട് എന്നെ തന്നെ വീണ്ടും ഇവിടെ കൊണ്ടുവരുമോ? പക്ഷെ അന്നേരം 1 മാസത്തേക്കായിരിക്കരുത്, 1 വർഷത്തേക്കായിക്കോട്ടെ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഭയങ്കര ഹാപ്പിയാണ്. എന്തു പറയുന്നു? കൊള്ളാം, നല്ല ആഗ്രഹം തന്നെയാണ്. ഐ മീൻ, വേണ്ട കാര്യം എനിക്കും താല്പര്യമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. എന്നെക്കൊണ്ട് പറ്റുന്നിടത്തോളം എങ്ങനെയെങ്കിലും നിന്നിവിടെ കൊണ്ടുവരാൻ ഞാൻ നോക്കാം. അത് 1 വർഷമായാൽ 1 വർഷം, അല്ലെങ്കിൽ ലൈഫ് ലോങ്. അപ്പോൾ ഞാൻ തന്ന വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട്. ഇതേതായാലും ഇനിയും ഉണ്ടല്ലോ 2 ആഴ്ച. അത് കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ, അത് നമുക്ക് നോക്കാം. ഇനി എൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് ഗിഫ്റ്റ് വേണ്ടേ? പിന്നെ വേണം. പക്ഷേ ആദ്യം എൻ്റെ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറ. പുറത്തുനിന്ന് വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തില്ലല്ലോ. രാത്രി പറയാമെന്നല്ലേ പറഞ്ഞേ, അത് പറ. ഫൈൻ. ഡാൻസ് കൊള്ളായിരുന്നു. ആൻഡ് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ നീ എന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞല്ലേ? നിനക്കെന്നെ ഒരുപാട് ഇഷ്ടമെന്ന് പറഞ്ഞതാ. ഞാനത് ക്ലിയർ ചെയ്യാൻ വേണ്ടി നിന്നോട് പല ആവർത്തി ചോദിച്ചതുവാ. അന്നേരമൊക്കെ
നീ ഒരു 10,000 പ്രാവശ്യം നിൻ്റെ ഉള്ളിൽ തട്ടി പറയുന്ന, മനസ്സിൽ തട്ടി പറയുന്ന ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു എന്ന് വാതോരാതെ പറഞ്ഞു. എന്നോട് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇഷ്ടമാണെന്നൊക്കെ എൻ്റെ മുമ്പ് കാണിച്ചിട്ട് അതെങ്ങനെയാണ് നിനക്ക് എൻ്റെ മുമ്പ് വെച്ച് തന്നെ മറ്റൊരു സ്ത്രീയുമായി, പോട്ടെ സ്ത്രീ അല്ലെങ്കിൽ ഇനിയിപ്പോൾ പുരുഷനായാലും സ്ത്രീ ആയാലും അതൊരു അന്യ പെൺകുട്ടിയാണല്ലോ, എത്രയൊക്കെ സിസ്റ്ററിനെ പോലെ കണ്ടെന്ന് പറഞ്ഞാലും എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നീ അങ്ങനെ എൻ്റെ മുമ്പ് വെച്ച് കാണിക്കുമ്പോൾ ഞാനെങ്ങനെ സഹിക്കും, നീ പറ. അതിന് അനു എൻ്റെ ഫ്രണ്ടല്ലേ. ഇതിപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ കൂടെ ഡാൻസ് കളിച്ചിട്ടുണ്ട് ലണ്ടനിൽ, കോളേജിലൊക്കെ. അത് മാത്രമല്ലാണ്ട് ഞാനല്ലേ ഐ ലവ് യു എന്ന് പറഞ്ഞേ. ഇക്കാഷിന് എന്നോട് അങ്ങനെ ഇല്ലെന്നല്ലേ പറഞ്ഞേ. ഞാൻ എപ്പോൾ ഐ ലവ് യു പറഞ്ഞാലും ഐ ആം എൻഗേജ്ഡ്, നിനക്ക് വട്ടാ, നിനക്ക് എന്താ ചെറുക്ക, ഇങ്ങനെയൊക്കെയല്ലേ ചോദിക്കുന്നേ. പിന്നെന്താ കുഴപ്പം? ഞാൻ ആരോട് ഡാൻസ് കളിച്ചാലെന്താ, ഞാൻ ആരെ കിസ് ചെയ്താലെന്താ, ഞാൻ ആരെ ഹഗ് ചെയ്താലെന്താ. ഇക്കാഷിന് വേറെ പെങ്കൊച്ചില്ലേ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ? ഓ, ഇതൊക്കെയാണോ നിൻ്റെ പ്രശ്നം? അതിന് ഞാൻ നിന്നോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഐ എം എൻഗേജ്ഡ് എന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ, നിന്നോട് എനിക്കൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ എൻഗേജ്മെൻറ്റും എൻഗേജ്ഡും അതൊക്കെ ആ സൈഡിൽ മാറിയിരുന്നോട്ടെ. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞാൽ നീ എന്തു പറയും? ഞാനെന്തു പറയാനാ, ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. ബിക്കോസ് ഞാൻ ഇക്കാശിൻ്റെ ശല്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞത്. പിന്നെ ഇക്കാശിന് ഡൗട്ട് തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറേ പ്രാവശ്യം ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു എന്ന് പറഞ്ഞത്. പക്ഷേ അത് എവിടേക്കോ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ എനിക്കിപ്പോൾ തോന്നുന്നത്. എന്തായാലും ഇക്കാശിന് എന്നെ ഇഷ്ടമാവാൻ വഴിയില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇക്കാശിന് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞില്ലേ, അതുകൊണ്ട് ആ കുട്ടിയോടായിരിക്കില്ലേ എന്നെക്കാൾ സ്നേഹം. നൈസ് ഐഡിയ. പക്ഷെ എൻ്റെ അടുത്ത് വർക്കൗട്ടായില്ല. നീ അന്ന് ഐ ലവ് യു പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയതായത് നിനക്കിത് മിക്കവാറും എൻ്റെ ബ്രദർ ആരെങ്കിലും പറഞ്ഞു തന്നെയായിരിക്കുമെന്ന്, എൻ്റെ വീക്ക്നെസ്സാണെന്നും പറഞ്ഞുകൊണ്ട്. ഇത് ഓൾമോസ്റ്റ് അറിയാമെന്നുള്ള ആരുവിനും ചൈതൂനുമാണ്, പിന്നെ ഋഷിക്കും അറിയാം. ഋഷിയുടെയും നിൻ്റെയും കമ്പനി കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഋഷിയായിരിക്കും ഇത് പറഞ്ഞു തന്നെയെന്ന്. അതിനി ആരോ ആയിക്കോട്ടെ, ആരായിരുന്നാലും ആ വീക്ക്നെസ്സൊക്കെ പണ്ടായിരുന്നു, ഇപ്പം അതെനിക്കില്ല. പിന്നെ നീ പറഞ്ഞ ഐ ലവ് യു ഒക്കെ ഞാനങ്ങ് അക്സെപ്റ്റ് ചെയ്തു. പിന്നെ ഇപ്പം നിനക്ക് എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്കും പിന്നെ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല എന്നുള്ള നിൻ്റെ തെറ്റിദ്ധാരണയൊക്കെ അങ്ങ് മാറ്റി വെച്ചു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പിന്നെ വേറൊരു കാര്യം, ഈ ഐ ലവ് യു പറഞ്ഞാൽ ഞാൻ കിസ്സ് ചെയ്യില്ല എന്ന് നീ വിചാരിച്ചത് അത് നിൻ്റെ തെറ്റ്. ഡിസ്റ്റർബ്ഡായിരുന്നു, അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്താലോ എന്ന് പേടിച്ചിട്ടാ, അല്ലാണ്ട് ഒന്നും ചെയ്യാതിരിക്കാനുള്ള ഡിസ്റ്റർബ്ഡ് അല്ലായിരുന്നു. നീ എന്താ വിചാരിച്ചേ? നീ അങ്ങ് ഐ ലവ് യു പറഞ്ഞാൽ ഞാൻ മാറി നിൽക്കുമെന്നോ? എടാ, ഒരു ഐ ലവ് യു നീ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനുമായിട്ടുള്ള ലൈസൻസ് എനിക്ക് കിട്ടിയെന്ന് അർത്ഥം. കാരണം എന്താ, എനിക്ക് തിരിച്ച് നിൻ്റെ അടുത്ത് ഉണ്ടല്ലോ അതേ സെയിം അഫെക്ഷൻ അല്ലെങ്കിൽ അട്രാക്ഷൻ അല്ലെങ്കിൽ ഫീലിങ്സ്. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ നിൻ്റെ അടുത്ത് തിരിച്ച് ഐ ലവ് യു പറയാതിരിക്കും? പറ തൃശ്ശൂർ വിഷ്ണുദാസേ. എനിവേ, ഐ ലവ് യു ടു. അതിന് നിനക്കെന്നെ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും നീ ഇത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ മോനെ. കാരണം ഇപ്പം നീ ഞാനും മാത്രമേ ഇവിടെ ഉള്ളൂ. നാളെ തൊട്ട് നീ ഞാൻ മാത്രമേ ഇനി കാണത്തുള്ളൂ. ഫാം ഹൗസിൽ പോയാൽ നിൻ്റെ ഋഷിയേട്ടൻ വരാൻ ടൈം എടുക്കും. കാരണം ഋഷിയേട്ടൻ്റെ കൂടെയുള്ള സാധനം ഉണ്ടല്ലോ, അത് എൻ്റെ ചേട്ടനാണ്. അവൻ മെരുകാനായിട്ട് കുറച്ച് പാടുപെടും നിൻ്റെ ഋഷിയേട്ടൻ. അതുകൊണ്ട് പൊന്നുമോൻ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നോ ഇല്ലേ? ഞാനൊന്നും ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല, കൊന്നാലും. മാറിയേ, എനിക്ക് ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ മാറ്റണം. സീരിയസ്ലി, ഞാനിവിടെ തെങ്ങും തടി പോലെ നിൽക്കുന്ന നിനക്ക് കണ്ടൂടെ? നടക്കുന്ന കാര്യം വല്ല പറയണ്ട തൃശ്ശൂലേ, അല്ല തൃശ്ശൂ. ഡ്രസ്സ് വേണമെങ്കിൽ ഞാൻ മാറ്റിത്തരാം. എങ്ങനെ? വിട്. വിട്. ഇല്ലല്ലോ, അങ്ങനെ വിടാൻ വേണ്ടിയിട്ടല്ലല്ലോ നിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്.
അങ്ങനെ വിടാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നതുമില്ല. നിനക്ക് ഗിഫ്റ്റ് വേണ്ടേ? ഞാനായിട്ട് തരാമെന്ന് പറഞ്ഞ ഗിഫ്റ്റ്. നിൻ്റെ ഡാൻസ് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ പിന്നെ ഗിഫ്റ്റ് കിട്ടാതിരുന്ന, ഗിഫ്റ്റ് തരാതിരുന്ന അത് മോശമല്ലേ തൃശോ? ഇറ്റ്സ് ഓക്കെ, എനിക്ക് വേണ്ട. ഇപ്പം ഇഗാഷിന് എന്താ വേണ്ടേ? ഞാൻ ഇഗാഷ് പറഞ്ഞ ഐ ലവ് യു അക്സെപ്റ്റ് ചെയ്യണം അല്ലേ? ഞാൻ അക്സെപ്റ്റ് ചെയ്തു. വിട് പ്ലീസ്. ഐശേ, നീ ഇങ്ങനെ പേടിക്കാതെ. ഞാൻ എന്തായാലും നിന്നെ തല്ലത്തില്ല. അതിന് മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ, ഞാൻ നിന്നെ തല്ലത്തില്ല. പക്ഷേ തല്ലത്തില്ല, പ്രോമിസ്. അതുകൊണ്ട് നീ പേടിക്കണ്ട. ഇഗാഷ് പ്ലീസ് 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 കിസ് മീ. സീരിയസ്ലി? അപ്പോൾ ഞാൻ എൻഗേജ്ഡ് അല്ലേ? ഞാൻ കിസ് ചെയ്താൽ അത് ആ കുട്ടിക്ക് സങ്കടമാകത്തില്ലേ? ഐ ഡോണ്ട് കെയർ. പ്ലീസ് ഫൈൻ റിലാക്സ്. നിനക്കല്ലേ വേണ്ടേ? അപ്പം നീ തന്നെ തന്നു, നീ തന്നെ എടുത്തോ. നീ ഫ്രഷായിട്ട് കിടന്നോ. ഞാനിന്ന് ഗസ്റ്റ് റൂമിൽ കിടക്കാം. ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ അതിനെക്കുറിച്ച് ബാക്കി സംസാരിക്കാം. ഇനി നിന്നാൽ ശരിയാവത്തില്ല. അതാ ടൈം ആയിട്ടില്ല, അതുകൊണ്ട് സോറി. ഇറ്റ്സ് ഓക്കെ. തെണ്ടി കൊതിപ്പിച്ചിട്ട് കടന്നുകളയാന്നൊക്കെ പറയുന്ന ഇതാണല്ലേ? അയ്യേ, ഞാനെന്തിനാ അയാളോട് എന്നെ കിസ് ചെയ്യാൻ പറഞ്ഞേ? ഞാനിനി എങ്ങനെ മൂത്ത് നോക്കും? അയ്യേ.